ODIയിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുക കേട്ടോ. ടീമുകൾ തമ്മിലല്ല, 1-ാം റാങ്കുകാരനും 2-ാം റാങ്കുകാരനും തമ്മിൽ. ഒരാൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ സെഞ്ചുറി അടിക്കും, മറ്റേ ആൾ 50 അടിച്ചാൽ ഇയാൾ 50 അടിക്കും. അങ്ങനെ എന്താ പറയുക, കട്ടയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക. ചെറിയ പോയിന്റ് വ്യത്യാസമേ ഇവർ തമ്മിൽ നിലവിലുള്ളൂ. ഇവരുടെ അവസാന 7 ODI ഇന്നിങ്സിലെ പെർഫോമൻസ് ഒന്ന് നമുക്ക് നോക്കാം. വിരാട് കോഹ്ലി ഇൻ ലാസ്റ്റ് 7 ODIs 616 റൺസാണ് നേടിയിരിക്കുന്നത്. 123 ആവറേജ്, 109 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറിയും 3 50യും. അതായത് ഒരു കളിയിൽ മാത്രമാണ് അദ്ദേഹം ജസ്റ്റ് മിസ്സായത് അല്ലേ, ന്യൂസിലാൻഡിനെതിരെ 2-ാം ODI. ഇനി ഡാരൻ മിച്ചലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 649 റൺസ് 7 ഏകദിനത്തിൽ നിന്ന്. റൺസ് വിരാട് കോഹ്ലിനേക്കാളും കൂടുതലാണ്, ഏകദേശം 33 റൺസ്. ആവറേജ് 108, അത് വിരാട് കോഹ്ലിനേക്കാളും കുറവാണ്. സ്ട്രൈക്ക് റേറ്റ് 102, അതും വിരാട് കോഹ്ലിനേക്കാളും കുറവാണ്. 2 സെഞ്ചുറിയും 3 50യുമാണ് മിച്ചൽ മാർഷ് അടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടക്ക് അല്ലേ, ഇത് റിയൽ 1-ാം റാങ്കുകാരനും 2-ാം റാങ്കുകാരനും. ഒരു മാസം മുമ്പ് വരെ നമ്മുടെ പ്രിൻസ് കുട്ടനായിരുന്നു 1-ാം സ്ഥാനത്ത് കുറേ നാളായിട്ട് ഇരിക്കുന്നത്. ഇപ്പം അഡ്രസ് ഇല്ലാതായി. ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി അവിടെ. ഇതൊക്കെ ഇതാ വെറ്ററന്മാർ ഇവിടെ കിണ്ണം കാച്ച് മത്സരം നടത്തിക്കൊണ്ടിരിക്കുക.